ഇപ്പോൾ മൂന്നാറിൽ നിന്നും അരുൺ ശങ്കർ ഒപ്പം ചേരുന്നുണ്ട്. അരുൺ ശങ്കർ, ഗുഡ് മോർണിംഗ്. മൂന്നാറിലെ മഴയുടെ അവസ്ഥ ഇപ്പോഴെങ്ങനെയുണ്ട്? നിരന്തരമായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങൾ ആ ഭാഗങ്ങളിലുണ്ടോ? ഗുഡ് മോർണിംഗ്. മൂന്നാറിൽ എന്തായാലും ശക്തമായ മഴയിൽ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. പക്ഷേ കാറ്റാണ് പ്രശ്നമായിട്ട് നിൽക്കുന്നത്. രാത്രിയിൽ ഇടവിട്ട് നല്ല മഴ പെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ചെറിയ രീതിയിലുള്ള മഴയാണ് പെയ്യുന്നത്. പക്ഷേ ഇപ്പോഴും നല്ല കാറ്റ് വീശുന്നുണ്ട്. കുട പിടിച്ച് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. എന്തായാലും ആദ്യം പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസവും അവധിയായിരുന്നു. ഗതാഗത നിയന്ത്രണങ്ങൾ ഇന്നും തുടരുന്നുണ്ട്. ഗ്യാപ്പ് റോഡിൽ കൂടിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ പല സ്ഥലത്തും മണ്ണിടിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മണ്ണിടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഗതാഗതം നിരോധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാത്രികാല യാത്രാ നിരോധനവും തുടരുമെന്നാണ് പറയുന്നത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും കഴിഞ്ഞ രാത്രിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇതുവരെയും വന്നിട്ടില്ല. ഇനിയും അടുത്ത മണിക്കൂറിൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയും. എന്തായാലും ഇടവിട്ടുള്ള മഴയുണ്ട്, പക്ഷേ അത് ശക്തമല്ല. അതൊരു നല്ല കാര്യമാണ്. കാരണം ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ദുരിതങ്ങൾ ഉണ്ടാകാം. എന്നാൽ കാറ്റ് വീശുന്നുണ്ട്, അതൊരു പ്രശ്നം തന്നെയാണ്. കാറ്റിൽ മരങ്ങൾ കടപുഴകാനുള്ള സാധ്യതയുണ്ട്. അത് റോഡിലേക്ക് വീണാൽ റോഡ് ഗതാഗതം തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. കുട പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നല്ല ശക്തമായ കാറ്റുണ്ട്. കാറ്റ് മാത്രമാണ് ഇപ്പോൾ മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഒരു പ്രശ്നമായിട്ടുള്ളത്. മഴയുടെ ശക്തിയിൽ കുറവുണ്ട്. ഈ ശക്തമായ കാറ്റിൽ എന്തെങ്കിലുമൊക്കെ ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മരങ്ങൾ കടപുഴകി വീഴുകയോ തുടങ്ങിയ കാര്യങ്ങൾ, വീടുകൾക്ക് കേടുപാട് സംഭവിക്കുകയോ അത്തരത്തിൽ? അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. കഴിഞ്ഞ രാത്രിയിലും കാറ്റുണ്ടായിരുന്നു. പക്ഷേ ആ കാറ്റിൽ എന്തെങ്കിലും ദുരിതങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇതുവരെയും വന്നിട്ടില്ല. റവന്യൂ വകുപ്പും അത്തരത്തിലുള്ള വിവരങ്ങൾ പങ്കുവച്ചിട്ടില്ല. പക്ഷേ കാറ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജില്ലയിൽ സഞ്ചരിക്കുന്നവർ, വാഹനത്തിലൊക്കെ സഞ്ചരിക്കുന്നവർ ജാഗ്രതയോട് കൂടി വേണം പോകാൻ. കാരണം ഏത് നിമിഷവും ഈ കാറ്റത്ത് മരങ്ങൾ കടപുഴകി റോഡിലേക്ക് പതിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരമുള്ള ജാഗ്രത തുടരുക തന്നെ വേണം. അതോടൊപ്പം തന്നെ ജില്ലയിലേക്ക് എത്തുന്ന ഈ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലേക്കൊക്കെ എത്തുന്നവരും അത് വരുന്ന കാര്യത്തിലൊരു തീരുമാനം ഒന്ന് പുനഃപരിശോധിക്കണം. കാരണം ഇങ്ങനെ ശക്തമായ കാറ്റും മഴയൊക്കെ നിൽക്കുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുടുങ്ങിപ്പോകാനുള്ള അവസ്ഥയുണ്ട്, അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു വീണ്ടും വിചാരം ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അല്ലാതെ കുഴപ്പങ്ങളൊന്നുമില്ല. ഈ ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം ഇങ്ങോട്ടേക്ക് വരാം. പക്ഷേ ജില്ലയിലുള്ളവർ, വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെയും ഇന്ന് അടച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ, അരുൺ. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വിനോദസഞ്ചാരികളുടെ വരവ് സർക്കാർ നിയന്ത്രിച്ചിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ ചിലരൊക്കെ എത്തുന്നുണ്ടെങ്കിൽ അവരോടും ജാഗ്രത പാലിക്കണമെന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഈ യാത്ര വേണോ വേണ്ടയോ എന്ന് പലവട്ടം ആലോചിച്ച് മാത്രം തീരുമാനിക്കുക, അല്ലേ അരുൺ? തീർച്ചയായിട്ടും കാര്യം എന്ന് പറഞ്ഞാൽ വൺ ഡേ ട്രിപ്പൊക്കെ ആയിട്ടൊക്കെ ചെറുപ്പക്കാരൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടല്ലോ. മറ്റ് ജില്ലകളിലൊക്കെ, സമീപ ജില്ലകളിലൊക്കെ അവധിയുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയുണ്ട്. അപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പ് എന്നുള്ള രീതിയിലൊക്കെ ഇടുക്കിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പുനഃപരിശോധിക്കുക. കാരണം ഇങ്ങനെ ശക്തമായ കാറ്റൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ റോഡിലൂടെയൊക്കെ വരുമ്പോൾ മരങ്ങൾ കടപുഴകി വീഴാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്ക് ജീവനാണ് ആദ്യം സുരക്ഷ ഒരുക്കേണ്ടത്. അക്കാര്യത്തിൽ ഒരു വീണ്ടും വിചാരം, ഇങ്ങനൊരു സാഹചര്യത്തിൽ യാത്ര വേണമെന്നുള്ളത് ചിന്തിക്കേണ്ടതാണെന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും മഴയ്ക്കൊരു ശമനമുണ്ടെന്നുള്ളത് വളരെ ആശ്വാസമാണ്. മണ്ണിടിച്ചിൽ എന്തായാലും നിലവിൽ എങ്ങും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇനി ഒരു മണിക്കൂറിനകം എന്തെങ്കിലുമൊക്കെ അനിഷ്ട സംഭവങ്ങളുണ്ടെങ്കിൽ, ജില്ലയിലെ മറ്റു ഭാഗങ്ങളിൽ അത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ കാര്യങ്ങൾ അടുത്ത മണിക്കൂറിൽ പങ്കുവെക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത് ഗതാഗതത്തിനെ ഒന്നും കാര്യമായി ബാധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു, അല്ലേ? അതെ, ഏറ്റവും പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ ഗ്യാപ്പ് റോഡിലുള്ള ഗതാഗതം അത് നിരോധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ നിരോധിച്ചിട്ടുണ്ട്. അവിടെ ഇടയ്ക്ക് മണ്ണിടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് പലയിടങ്ങളിലും. അതുകൊണ്ട് ആ വഴിയുള്ള ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. രാത്രികാല യാത്രയ്ക്കുള്ള നിരോധനം നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ശരി അരുൺ.